ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഉള്ള അസുഖങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന 3 യോഗാസനങ്ങൾ പരിചയപ്പെടാം. ഇന്ന് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ, വളരെ സിവിയറിറ്റി കൂടിയ തരത്തിലുള്ള അസുഖങ്ങൾ ഇന്ന് കണ്ടുവരുന്നു. തുടർച്ചയായി ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. അതിൽ നിന്നെല്ലാം മാറി മെഡിസിൻസിൻ്റെ ഡോസ് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് കംപ്ലീറ്റായിട്ട് മെഡിസിൻ നിർത്താൻ നമ്മൾ ഇതുപോലെയുള്ള യോഗാസനങ്ങൾ ഹെൽപ്പ് ചെയ്യും. മുൻ എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ള യോഗാസനങ്ങളുടെ കൂടെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്ന ഈ യോഗാസനങ്ങൾ കൂടി ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ബ്ലഡ് റിസൾട്ടിൽ, തൈറോയിഡുമായിട്ടുള്ള ഹോർമോൺ ലെവലിൽ ഒരു വലിയ നല്ല ഒരു റിസൾട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഈ 3 യോഗാസനങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് റൊട്ടേഷനിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ചിന്നിനെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് നന്നായി വലതുവശത്തേക്ക് കഴുത്തിനെ കൊണ്ടുവരാം. അതിനുശേഷം നന്നായി ഹെഡിനെ ബാക്കിലേക്ക് ഡൗൺ ചെയ്തു ആൻഡ് എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക്, ദെൻ ടു ദ റൈറ്റ്. നമുക്ക് ലെഫ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് നന്നായി ബാക്കിലേക്ക്, റൈറ്റ് ആൻഡ് ഫ്രണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതായി അർദ്ധചക്രാസനം നോക്കാം. അതിനായി കാലുകൾ ചെറുതായി അകത്താം. ഹിപ്പ്, നമ്മുടെ തള്ളാൻ വിരലുകൾ തംസ് വെച്ച് നന്നായി സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ഹിപ്പിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. Then down your head, stretch your neck maximum. അടുത്തതായി നമുക്ക് അധോമുഖാസനത്തിൻ്റെ വേരിയേഷൻ നോക്കാം. കാലുകൾ നന്നായി അകത്തി വയ്ക്കാം. കൈകൾ പുറകിൽ കോർത്ത് പിടിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഹിപ്പിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ഹെഡിനെ നന്നായി ഡൗൺ ചെയ്തു. ദെൻ എക്സേൽ, down your head, lift your hands, normal breathing. Up and relax. ഈ രീതിയിൽ ദിവസേന 1 മുതൽ 3 തവണ വരെ ഓരോ ആസനാസും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തുടരെയുള്ള, അതായത് ഒരു 2-3 മാസത്തെ തുടർച്ചയായുള്ള പ്രാക്ടീസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റീസിനെ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ കഴിയും. അടുത്ത എപ്പിസോഡിൽ പുതിയ യോഗാസനങ്ങളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.